വാസുദേവ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഉപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 14-ാം അധ്യായം, ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ എന്ന 14-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിലെ 17-ാം ശ്ലോകത്തിലെ സത്വഗുണത്തില്, അതുപോലെ തന്നെ രജോ ഗുണത്തില്, തമോ ഗുണത്തില് വർത്തിക്കുന്നവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഈ 3 ഗണങ്ങളിൽ വർത്തിക്കുന്നവരുടെ ഗതി എന്താണ് എന്നുള്ളതിനെ നമുക്ക് നോക്കാം. ശ്ലോകം 18. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഗന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഗന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഗന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. ഹരേ കൃഷ്ണ. ബുദ്ധം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠതി രാജസഃ ജഗന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസഃ ജഗ്നഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസഃ ജഹ്നഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഊർജന്തം ഗച്ഛന്തി തത്തസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസഃ ജഗന്യ ഗുണഭൂവൃത്യസ്ഥാ അധോ ഗച്ഛന്തി താമസഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഗന്യാ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശീലപ്രഭുവാരെ വിവർത്തനം ഭാവാർത്ഥം. സത്വസ്ഥാഹ, സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ ഊർധ്വം, ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഗച്ഛന്തി, ഉയരുന്നു. രാജസാഹ, രാജസപ്രകൃതിയുള്ളവർ മധ്യേ, ഭൂലോകങ്ങളിൽ തിഷ്ഠന്തി, ജീവിക്കുകയും ജഗന്യഗുണവൃത്തിസ്ഥാഹ, നീചമായ തമോ ഗുണത്തിന് അടിമപ്പെട്ട താമസാഹ, താമസന്മാർ അധഹ, നരകങ്ങളിൽ പോയി ഗച്ഛന്തി, വീഴുകയും ചെയ്യുന്നു. സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസപ്രതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിന് അടിമപ്പെട്ട താമസന്മാർ
നരകങ്ങളിൽ പോയി വീഴുകയും ചെയ്യുന്നു. അപ്പൊ ഈ ശ്ലോകത്തില് ഭഗവാൻ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ 3 ഗുണങ്ങളിൽ വർത്തിക്കുന്നവര് അവരുടെ ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള അവർക്ക് കിട്ടുന്ന ഫലം അല്ലെങ്കിൽ അവരുടെ ഗതി എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ സ്വർഗലോകങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഉപരിഗ്രഹ വ്യൂഹങ്ങള് ഉണ്ട്. സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം തുടങ്ങിയിട്ടുള്ള ആ സമുത്കൃഷ്ടരായിട്ടുള്ള ജീവാത്മാക്കള് ആണ് അവിടെ വസിക്കുന്നവരെല്ലാവരും തന്നെ. നമ്മൾ മനുഷ്യരുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവരുടെ ഗുണങ്ങൾ, അവരുടെ ആ ലെവല് അതൊക്കെ വളരെ ഉയർന്ന തോതിലാണ്. ഇപ്പോ അങ്ങനെ ആ സത്വഗുണത്തിന്റെ ആ വളർച്ചയുടെ തോത് അനുസരിച്ചിട്ട് ഓരോ ജീവാത്മാവിനും ഈ ഗ്രഹവ്യൂഹങ്ങളിലെ പല പല ഗ്രഹങ്ങളിലേക്കും ഉയരാനായിട്ടുള്ള അവസരമുണ്ട്. ഇപ്പൊ സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ചിട്ട് വേദപഠനം നടത്തുന്നവര്, അതുപോലെ തന്നെ ഈ സോമപാനം ചെയ്യുന്നവര്, അവരെല്ലാവരും തന്നെ ഈ പാപഫലങ്ങളിൽ നിന്ന് മുക്തരായിട്ട് സുരേന്ദ്രലോകം അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ ലോകം വരെ പോകാനായിട്ടുള്ള അവസരം അവർക്ക് കിട്ടുന്നുണ്ട്. അതിന് മുകളിലേക്ക് അവർക്ക് ഉയരാൻ കഴിയില്ല. കാരണം അവരുടെ ആ ചിന്താഗതി അപ്രകാരമാണ്. നമ്മള് 9-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു. ത്രൈവിദ്യാമാ സോമപാ പൂതപാഹ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദി സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവ്യദേവലോ ഭോഗാൻ. അപ്പോ ഇന്ദ്രനും ചന്ദ്രനും പോലെയുള്ള ദേവതകൾക്ക് ഈ യജ്ഞം അതുപോലെ ആഹുതി ഒക്കെ ചെയ്യുന്നതിലൂടെ തന്നെ പ്രകൃതിയുടെ ആ രജോ ഗുണം അതുപോലെ തന്നെ തമോ ഗുണം അതിൽ നിന്നെല്ലാം മോചനം നേടിയിട്ട് ഈ ദേവന്മാര് വസിക്കുന്ന ഈ ലോകങ്ങളെ അല്ലെങ്കിൽ മഹർലോകം അല്ലെങ്കിൽ ജനലോകം, തപോലോകം, അങ്ങനെയുള്ള ആ ഉയർന്ന ഗ്രഹവ്യൂഹങ്ങളിലേക്ക് അവർക്കെല്ലാം ഉയരാനായിട്ട് സാധിക്കും. പക്ഷെ ഇതെല്ലാം സമയമെടുക്കുന്ന പദ്ധതികളാണ്. ഒരുപാട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത്രയധികം വർഷങ്ങള്. കാരണം ദിവ്യ യുഗം എന്നൊക്കെയാണ് പറയുന്നത് ഈ ഭഗവത്ഗീതയിൽ. അപ്പോ ദിവ്യയുഗം എന്ന് പറയുമ്പോൾ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളാണ്. അത്രയും വർഷങ്ങളൊക്കെ അവരിങ്ങനെ സഞ്ചരിച്ചിട്ടാണ് അവര് ഈ ഉപരിലോകങ്ങളിൽ എത്താനായിട്ട് സാധിക്കുന്നത്. ഈ ഉപരിഗ്രഹ വ്യൂഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മുകളിലാണ് ഈ സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. അവിടെയാണ് ഈ വിശ്വത്തിലെ പ്രഥമ വ്യക്തിയായിട്ടുള്ള ബ്രഹ്മദേവൻ വാഴുന്നത്. ഇപ്പോ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ജീവിതാവസ്ഥ അല്ലെങ്കിൽ സത്വഗുണത്തിലെത്തണം. നമ്മളൊക്കെ വിചാരിക്കും ഈ രജസിന്നും തമസിന്നും പുറത്തു കിടന്ന ഉടനെ നമ്മൾ സത്വഗുണത്തില് എത്തി എന്നുള്ളത്. അങ്ങനെ വാസ്തവം അതല്ല. സത്വഗുണത്തിൽ തന്നെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഇവിടെ പറയുന്ന ഈ ബ്രഹ്മലോകത്തിലേക്കൊക്കെ എത്താനായിട്ട്. പിന്നെ രജോ ഗുണം എന്ന് പറയുന്ന സമ്മിശ്രമാണ്. അത് സത്വഗുണത്തിനും തമോ ഗുണത്തിനും ഇടയിൽ നിൽക്കുന്നതാണ്. രാജസ സ്വഭാവിയായിട്ടുള്ള ഒരാള് ഈ ഭൂമിയിൽ തന്നെ രാജാവായിട്ട് അല്ലെങ്കിൽ ധനികനായിട്ട് അവർക്ക് അങ്ങനെ ജീവിക്കേണ്ടി വരും. അപ്പോ ഈ സമ്മിശ്രമായിട്ടുള്ള ഗുണമായതുകൊണ്ട് അവർക്ക് താഴേക്ക് വീഴാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ പലരും രാവണൻ അല്ലെങ്കിൽ ഹിരണ്യകശിപു അവരൊക്കെ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗലോകത്തിലേക്ക് ഒരു വലിയ സ്റ്റെയർ കേസ് ഉണ്ടാക്കാനായിട്ട് രാവണൻ ശ്രമിച്ചിരുന്നു. അപ്പോ അങ്ങനെ ഉത്കൃഷ്ട ഗ്രഹങ്ങളിലേക്ക് ഉയരാം എന്ന് ചിന്തിക്കുന്ന വിദ്യാസുരന്മാരുമുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ഉപരിഗ്രഹങ്ങളിലേക്ക് കയറിക്കൂടാനായിട്ട് സാധിക്കില്ല. അത്രയും സുകൃതിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഉപരിലോകങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിനും തന്നെ
ഒരുപാട് വർഷങ്ങളെടുക്കും. അപ്പൊ അങ്ങനെ ഈ രാജസ പ്രകൃതിയുള്ളവർക്ക് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മൾ 9-ാം അധ്യായത്തിൽ പഠിച്ചതുപോലെ അവർക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകാം. പക്ഷേ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, അവർക്ക് വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം അധികകാലം അവർക്ക് അവിടെ വസിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ത്രിഗുണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും അധമമാണ് ഈ തമോ ഗുണം എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തില് ഈ തമോ ഗുണത്തിന് ജഗന്യ അല്ലെങ്കിൽ നികൃഷ്ടം, നീചം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും താഴ്ന്ന സ്വഭാവക്കാരാണ്, താഴ്ന്ന പ്രകൃതിയുള്ളവരാണ് ഈ തമോ ഗുണത്തിലുള്ളവർ. അപ്പോ ഈ ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണം എന്ന് പറയുന്നത് അത് അത്യന്തം ആപത്കരമാണ്. തമോ ഗുണം വളരുന്നതിന്റെ തോത് അനുസരിച്ചിട്ട് മനുഷ്യരെ അവർക്ക് താഴെയുള്ള ഈ 80 ലക്ഷം ജീവാത്മാക്കളുടെ ഏതെങ്കിലും ഒന്നില് ഭഗവാൻ എത്തിക്കും. താമസാഹ, തമോ ഗുണത്തിന്റെ തോതനുസരിച്ചിട്ടാണ് മനുഷ്യരെ നീചകുലങ്ങളില് അയക്കുന്നത്. അപ്പൊ ഇപ്രകാരം ഒരിക്കലും ഉയരാൻ സാധിക്കാതെ ഈ തമോ ഗുണത്തില് തന്നെ ഒരുപാട് ജീവിവർഗങ്ങളിൽ ജന്മം എടുത്തിട്ട് കഴിച്ചു കൂട്ടേണ്ടി വരും അങ്ങനെയുള്ള ഈ തമോ ഗുണ പ്രധാനികൾക്ക്. ഇപ്പൊ ഇവിടെ ശ്രീ അപ്രഭാവ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അവരുടെ ഭാവി ഇരുളടഞ്ഞതാണ്. കാരണം അവർക്ക് ഈ 80 ലക്ഷം തരങ്ങളിലുള്ള യോനികളിൽ നിന്ന് എപ്പോ പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ കൃഷ്ണാവബോധം പരിശീലിക്കുന്നത് വഴി ഒരാൾക്ക് ഈ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും മറികടന്നിട്ട് നമുക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പോ ഈ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ശ്രീപ്രഭുപാദർ പറയുന്നത്. തമോ ഗുണത്തിലുള്ളവരുടെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് പറയുന്നു. പക്ഷെ അതേസമയം തന്നെ ശ്രീപ്രഭുപാദർ പറയുന്നുണ്ട്, കൃഷ്ണാബോധം പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ തമോ ഗുണത്തിലുള്ളവർക്കും അത് പരിശീലിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. കാരണം കൃഷ്ണാബോധ പ്രസ്ഥാനം ലോകത്തിലെ എല്ലാ സ്ഥലത്തും വളരെ പെട്ടെന്ന് ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മളുടെ സന്യാസിമാരെല്ലാവരും തമോ ഗുണത്തിലുള്ളവരുള്ള ഒരു കാലത്തായിരുന്നു. പക്ഷെ ശ്രീല പ്രഭുപാര് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അവരെല്ലാം തമോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. അപ്പോ അതിനുള്ള അവസരമുണ്ട്. പക്ഷെ നമ്മൾ ആ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കൃഷ്ണാബോധം പരിശീലിക്കാനായിട്ട് കിട്ടുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തമോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഈ 3 ഗുണങ്ങളിലും വർത്തിക്കുന്നവരുടെ ഗതി. അപ്പോ നമ്മൾ ഒരിക്കലും തമോ ഗുണത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത്. അഥവാ നമ്മൾ തമോ ഗുണത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പൊ ഈ സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ഉണ്ട്. ദിവസം 33-40 സിഗരറ്റ് ഒക്കെ വലിക്കുന്നവരെ എനിക്കറിയാം. പക്ഷെ ഒരു ദിവസം കൊണ്ട് അവര് ആ കംപ്ലീറ്റ് ഈ 40 സിഗരറ്റ് നിർത്തിയിട്ട് അവര് ഈ സത്വഗുണത്തിലേക്ക് വന്നു. എങ്ങനെ സാധിച്ചു? അവര് ശ്രീരാപ്രഭുവാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ ഭക്തരുമായിട്ടുള്ള സത്സംഗം, അതുപോലെ തന്നെ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചിട്ട് അവരിൽ നിന്നും കാര്യങ്ങൾ കേട്ടറിയാം. ഇതുവഴി അവർക്ക് ഈ തമോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയരാനായിട്ട് സാധിച്ചവര് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അപ്പോ നമ്മൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഗുണങ്ങളെ അതിക്രമിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 19. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോതി ഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോതി ഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോതി ഗച്ഛതി. ഹരേ കൃഷ്ണ.
ജ്ഞാനം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അതിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭിശ്ച പരം വേത്തി അൽപാവം സോ അധിഗച്ഛതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ധാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ ഭാവാർത്ഥം യഥാ യാതൊരു ഗുണേഭ്യ കർമ്മത്തിനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളല്ലാതെ അന്യഹ കർത്താരം വേറെ കർത്താവില്ലെന്ന് ദൃഷ്ട അനുപശ്യതി ശരിയായി മനസ്സിലാക്കുകയും ഗുണേഭ്യ ച ഗുണാതീതനായ പരം ഭഗവാനെ വേത്തി അറിയുകയും സഹ ചെയ്തവൻ മദ്ഭാവം എന്റെ ആധ്യാത്മിക പ്രകൃതിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. യാതൊരു കർമ്മത്തിനും ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളില് ഈ ത്രിഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ പെടുത്തുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വിവരിച്ചു. അപ്പൊ ഈ ശ്ലോകത്തില് എപ്രകാരം നമുക്ക് ഈ 3 ഗുണങ്ങളെയും മറികടന്നിട്ട് ഭഗവാന്റെ ഈ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 3 ഗുണങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ദൃഷ്ട അനുപശ്യതി. ഈ 3 ഗുണങ്ങളെ പറ്റിയിട്ട് ശരിയായിട്ട് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ പറയുന്നത്? പരം വേത്തി, ആ ത്രിഗുണാതീതനായിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് മദ്ഭാവം അധിഗച്ഛതി, അവർക്ക് ഈ ത്രിഗുണങ്ങളെ മറികടന്നിട്ട് എൻ്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ 2 കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? പ്രഭുവാര് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ ത്രിഗുണപ്രേരിതങ്ങളായിട്ടുള്ള സർവകർമ്മങ്ങളെയും അതിക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതില് യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം പഠിച്ചറിയണം. അപ്പൊ ഇവിടെ അർജുനന്റെ ആധ്യാത്മിക ഗുരു ആരാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഭഗവാൻ കൃഷ്ണൻ നേരിട്ടാണ് അവിടെ അർജുനന് ഈ അറിവ് പകർന്നു കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ ഭഗവാൻ അർജുനന് നേരിട്ട് ജ്ഞാനം നൽകി. അതുപോലെ തന്നെ ഈ യഥാർത്ഥ തത്വദർശികളായിട്ടുള്ള ആധ്യാത്മിക ഗുരുക്കന്മാരിൽ നിന്ന് നമ്മള് ഈ ത്രിഗുണാധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കണം എന്ന് ശ്രീപ്രഭുവാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? ജീവിതം വഴിപിഴച്ചേക്കും. അപ്പോ വിശ്വാസനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശം തേടുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് പലർക്കും ആധ്യാത്മിക ഗുരു ഉണ്ടാവില്ല. ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരാണ് എന്ന് പോലും ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കടമ്പകളെ പറ്റി വളരെ ലളിതമായിട്ടുള്ള കടമ്പകളാണ് പറയുന്നത്. നമ്മൾ 4 യമനിയമങ്ങളെ പാലിക്കണം, അതുപോലെ തന്നെ 16 മാല ജപിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതുപോലും വളരെ പ്രയാസമായിട്ടാണ് പലർക്കും തോന്നുന്നത്. പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മൾ ഈ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ഈ 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളിൽ വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കണോ, വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കണോ, വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കണോ, അതോ ഇതിൽ നിന്ന് നമ്മൾ പുറത്തു കടന്നിട്ട് മദ്ഭാവം
ഭഗവാന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിച്ചിട്ട് എന്നേക്കുമായിട്ട് ഈ കർഷകരിൽ നിന്ന് മുക്തി കിട്ടണോ എന്നുള്ളത് നമ്മൾ സ്വയം തന്നെ തീരുമാനിക്കണം. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കുക തന്നെ വേണം. മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തദ്വിജ്ഞാനാർത്ഥം സഗുരും ഏവ അഭിഗച്ഛേ. അല്ലാതെ വേറെ യാതൊരു വഴിയും ഇല്ല. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അതല്ലാതെ നമ്മള് എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് പറ്റുന്നത്. കാരണം നമ്മളെല്ലാവരും ജന്മനാൽ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവരും ജന്മനാൽ തന്നെ അവരെല്ലാവരും കൃഷ്ണഭക്തരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അപ്പോ പക്ഷെ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും തന്നെ ഒരു പരമ്പരയെ സ്വീകരിച്ചിട്ടില്ല. ആ പരമ്പരയെ സ്വീകരിക്കാതെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും അത് ഭഗവാൻ അത് കണക്കിൽ കൂട്ടില്ല. ഇപ്പോ ഒരു 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 വലിയൊരു ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തി ഒരു ഡോക്ടറാവണം. ആ ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിലോ അതിന് പഠിക്കണം. മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിച്ചിട്ട് അവിടുത്തെ ഹൗസ് സർജൻസി എല്ലാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ അത് ഓപ്പറേഷൻ കണ്ട് മനസ്സിലാക്കിയിട്ട് എനിക്കിതെല്ലാം അറിയാം, ഞാൻ ഓപ്പറേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യക്തി അതിന് മുതിരാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്, അത് കുറ്റകരമാണ്, പോലീസ് കേസ് എടുക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക പഠനത്തിന്റെ കാര്യത്തിലും. സമ്പ്രദായ വിഹീനഹ ഏ മന്ത്രത്തെ നിഷ്ഫലമത. നമ്മൾ സമ്പ്രദായത്തിനെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രാക്ടീസ് എല്ലാം അത് നിഷ്ഫലമാണ് എന്ന് ഭഗവാൻ തന്നെ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ പ്രീതി നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ പ്രീതിയും നേടാനായിട്ട് സാധിക്കും. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാൻ നഗതി കുതോപി. അപ്പോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആചാര്യന്മാര് ഇതെല്ലാം വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ വിശ്വാസനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിൽ കൂടെ ഒരാൾക്ക് നമ്മളുടെ ആ ഭൗതിക ശരീരത്തിനെ കുറിച്ചിട്ടും ഇന്ദ്രിയങ്ങളെ കുറിച്ചിട്ടും യഥാർത്ഥമായിട്ടുള്ള അറിവ് നേടാനായിട്ട് സാധിക്കും. അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത് എന്നും നമ്മൾ എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ബന്ധനത്തിൽ പെടുന്നത്, എത്രത്തോളം നികൃഷ്ടമാണ് ഈ ഭൗതിക പ്രകൃതി, പക്ഷെ ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഭൗതിക പ്രകൃതിയോട് നമ്മൾ എത്രത്തോളം ആകൃഷ്ടരാകുന്നു എന്നുള്ളതെല്ലാം തന്നെ നമുക്കൊരു ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ വാസ്തവത്തില് നമ്മളെല്ലാവരും തന്നെ നിസ്സഹായരാണ്. കാരണം നമുക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതി നമ്മളെ ഇവിടെ തളച്ചിടുന്നതെന്നും അതിൽ നമുക്ക് എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നിസ്സഹായരാണ്. പക്ഷെ നമ്മളുടെ ആ നിജസ്ഥിതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ അതീന്ദ്രിയമായിട്ടുള്ള തലത്തിൽ എത്താനായിട്ട് സാധിക്കും. ആ ശ്ലോകത്തിന്റെ അവസാനം വളരെ പ്രധാനമാണ്. മദ്ഭാവം അധികച്ചതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ജീവാത്മാവ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആ കർത്താവ് വാസ്തവത്തിൽ ജീവാത്മാവല്ല. ഒരു ഭൗതിക ശരീരം സ്വീകരിക്കുന്നത് കൊണ്ട് ആ ഭൗതിക പ്രകൃതിയുടെ പ്രത്യേക ഗുണത്തിന് വഴങ്ങിയിട്ട് നമുക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരായിട്ട് തീരുകയാണ്. നമ്മൾ 3-ാം അധ്യായത്തിലെ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി, അതൊക്കെന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്ന വിവാഷ്ണേയ ബലാദിവ നിയോജിത. അതായത് ഈ പലരും ഈ പാപപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും അങ്ങനെ സ്വയം വിചാരിക്കും ഞാൻ പാപിയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഞാൻ പാപപ്രവൃത്തികൾ ചെയ്യാമെന്ന് ആരും തന്നെ വിചാരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ബലാദിവ നിയോജിത, ആരോ എന്നെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അതിനുള്ള കാരണം എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി.
അപ്പൊ അതിന് ഭഗവാൻ മറുപടി പറയുന്നുണ്ട്, കാമ ഏഷ ക്രോധേഷ രജോ ഗുണസമുദ്ഭവ. രജോ ഗുണം, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ കാമം, ക്രോധം, ഇതെല്ലാം ആണ് നമ്മുടെ ഇത്തരത്തിലുള്ള പാപപ്രവൃത്തികൾ ചെയ്യിക്കുന്നത് എന്ന് ഭഗവാന് ഉത്തരം കൊടുക്കുകയുണ്ടായിരുന്നു അർജുനന്. അപ്പോ ഈ തന്റെ യഥാർത്ഥത്തിലുള്ള സ്ഥിതി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സഹായം വേണം. അപ്പൊ അങ്ങനെ ആ ആധ്യാത്മിക ഗുരുവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ നമുക്ക് ഈ നിജസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായും കൃഷ്ണാബോധത്തില് നിലയുറപ്പിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. കൃഷ്ണാബോധവാനായിട്ടുള്ള ഒരാള് ഈ ഭൗതിക പ്രകൃതിയുടെ ഈ പ്രഭുപാദർ പറയുന്ന ഒരു വാക്കുണ്ട്, മാസ്മര ശക്തിക്ക് അതീതനല്ല. ആ ഭൗതിക പ്രകൃതിയുടെ ഈ മാസ്മര ശക്തി എന്ന് പറഞ്ഞെങ്കിൽ അത് ഈ കൺകെട്ട് വിദ്യക്കാരൊക്കെ കണ്ടിട്ടില്ലേ, അവര് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങൾക്ക് നമ്മൾ അധീനനാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ കൃഷ്ണാബോധം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അതിന് അധീനനല്ല, നമ്മളൊരു അതീതരാകും എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. നമ്മൾ 7-ാം അധ്യായത്തിലും കണ്ടിരുന്നു, ഭഗവാൻ പറയണ്ടായിരുന്നു, ദേവീഹി ഏഷ ഗുണമയി മമമായ ദുരത്യ. എന്റെ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്ന ഗുണമയി, അത് ഈ കയറ് പോലെയാണ്, കയറുകൊണ്ട് കെട്ടിവരിഞ്ഞിടെയാണ് ഈ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ മനുഷ്യനെ ഈ ഭൗതിക ലോകത്തില്. പക്ഷെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാം? മാം ഏവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. നിങ്ങൾ എന്നെ ശരണം പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാം എന്ന് ഭഗവാൻ പറയേണ്ടായിരുന്നു. അപ്പോ ഈ ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ മനുഷ്യരെ ഈ ഭൗതിക ലോകത്തിൽ തളച്ചിടാനായിട്ട് വളരെ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ കൃഷ്ണാബോധനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ഈ ത്രിഗുണങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് തളച്ചിടാനായിട്ട് സാധിക്കില്ല. അപ്പോ വാസ്തവത്തിൽ ഈ വ്യാമോഹിതരായിട്ടുള്ള ജനങ്ങൾ, അതായത് എങ്ങനെ വ്യാമോഹിതര്, ത്രിഗുണങ്ങൾ കൊണ്ട് വ്യാമോഹിതരായിട്ടുള്ള ഈ ലോകത്തിലെ ജനങ്ങൾക്ക് ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ ഈ ഗുണങ്ങൾക്ക് അതീതനും അതുപോലെ തന്നെ അവ്യയനുമാണ്. അങ്ങനെയുള്ള ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. മോഹിതം ന അഭിജാനാതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ വളരെ പ്രധാനമാണ് ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളത്. അതിൽ നിന്ന് പുറത്തു കടക്കണം എന്നുള്ളത് ഭഗവാന്റെ സഹായം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സഹായം ഇല്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ശ്ലോകം 20. ഗുണാൻ ഏതാൻ അതീത്യാത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. ഗുണാൻ ഏതാൻ അതീത്യാത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. ഗുണാൻ ഏതാൻ അതീത്യാത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. വായിക്കും മാതാജി. ഹരേ കൃഷ്ണ. വായിച്ച മാതാജി. ഹരേ കൃഷ്ണ. ഗുണാനേതാൻ അതീത്യാത്രീൻ ദേഹി ദേഹസ്മുദ് ഉത്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതം അശ്നുതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗുണാനേതാനദീത്യ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗുണാനേതാനതിഥ്യാത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാര് വിവർത്തനം ഭാവാർത്ഥം. ദേഹസമുദ്ഭവാൻ, ശരീര സംബന്ധികളായ ഏതാൻ ഈ ത്രീൻ ഗുണാൻ, 3 ഗുണങ്ങളെയും അതീത്യ, അതിക്രമിക്കാൻ സാധിച്ചാൽ ദേഹി, ശരീരസ്ഥനായ ജീവാത്മാവിന് ജന്മമൃത്യുജരാദുഃഖൈഹി, ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് വിമുക്ത, മുക്തനായി, അമൃതം, അമൃതത്തെ അശ്നുതേ, ആസ്വദിക്കാം. ശരീര സംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവാത്മാവിന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി അമൃതത്തെ ആസ്വദിക്കാം. ഇപ്പോ ഈ ശരീരത്തിൽ തന്നെ തികഞ്ഞ കൃഷ്ണാബോധത്തോടു കൂടിയിട്ട് അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ദേഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരീരസ്ഥനായിട്ടുള്ള ജീവാത്മാവ് ഭൗതിക ശരീരത്തിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ജീവാത്മാവിന് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ ആധ്യാത്മിക ജ്ഞാനം? ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഭൗതിക ശരീരം എങ്ങനെ കിട്ടി, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടേണ്ടി വരുന്നത്, ഇപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നതിനെയാണ് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ആധ്യാത്മിക ജ്ഞാനം നേടാം? അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സേവിക്കുന്നത് വഴി നമുക്ക് ഈ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നേടാനായിട്ട് സാധിക്കും. തദ്വിജ്ഞാനാർത്ഥം സഗുരും ഏവാഭിഗച്ഛേ. ഇപ്രകാരം നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിന് സേവനം ചെയ്തിട്ട് അദ്ദേഹത്തിന് വിനയപൂർവ്വം ചോദിച്ചറിയുന്നത് വഴി നമുക്ക് ഈ ആധ്യാത്മികമായിട്ടുള്ള അറിവ്, ഈ ഭൗതിക ശരീരത്തില് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം കഷ്ടതകള് അനുഭവിക്കേണ്ടി വരുന്നത്, എങ്ങനെ നമുക്ക് ഈ കഷ്ടതയിൽ നിന്ന് മുക്തി നേടാം എന്നുള്ള ആ ഒരു അറിവ് നേടാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആ യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക അറിവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. ഭഗവാനെ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ആധ്യാത്മിക ജ്ഞാനം. നമ്മളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതുപോലെ തന്നെ വാക്കുകൊണ്ടും നമ്മൾ ഭഗവാന് സേവനം അനുഷ്ഠിക്കുക. യസ്യ ഹരിർദാസ്യ കർമ്മണ മനസാഗിര നിഖിലേഷു അഭ്യവസ്ഥാസു ജീവൻ മുക്ത സൗച്യതേ. അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും നമ്മൾ എല്ലാ സമയവും ഭഗവാന് സേവനം അനുഷ്ഠിക്കുക എന്നുണ്ടെങ്കിൽ നിഖിലേഷു അഭ്യവസ്ഥാസു, ഏതൊരവസ്ഥയിൽ ഇരുന്നു കഴിഞ്ഞാലും ശരി, ഒരു രജോ ഗുണത്തിലായിക്കോട്ടെ, തമോ ഗുണത്തിലായിക്കോട്ടെ, സത്വഗുണത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ അവർ ബ്രാഹ്മണരായിക്കോട്ടെ, ക്ഷത്രിയരായിക്കോട്ടെ, വൈശ്യരായിക്കോട്ടെ, ശൂദ്രരായിക്കോട്ടെ, ആരായിരുന്നാലും ശരി, അവർക്കെല്ലാവർക്കും തന്നെ ജീവൻ മുക്ത സ്വച്ഛത, അവർക്കെല്ലാവർക്കും തന്നെ ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ മുക്താവസ്ഥയെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം പല പല ആൾക്കാരും ശ്രീമദ് ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധത്തിൽ തന്നെ ദത്താത്രേയ മഹർഷിയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഉദ്ധവോപദേശത്തില് കൃഷ്ണൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തില് ദത്താത്രേയ മഹർഷി എങ്ങനെയാണ് യദു ചക്രവർത്തിക്ക് 24 ഗുരുക്കന്മാരെ സ്വീകരിച്ച ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഓരോ ജീവജാലങ്ങളിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ കണ്ടതുകൊണ്ട് മാത്രമായിട്ടില്ല, അത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദത്താത്രേയ മഹർഷി പറയുന്നുണ്ട്. അത് ഈ ഓരോ ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ ഓരോരോ കാര്യങ്ങളാണ് പഠിച്ചതറിഞ്ഞത്. അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഇത്രയും ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്.
യദു ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, ജനങ്ങളെല്ലാം ഈ കാട്ടുതീയിൽ പെട്ടാലിയുമ്പോൾ അങ്ങ് ഗംഗാ നദിയിൽ നിന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആനകൾ കാട്ടുതീയിൽ പെട്ടു വിടുമ്പോൾ ഒരു ആന മാത്രം ഇങ്ങനെ സന്തോഷത്തോടു കൂടി നടക്കുന്നു. എന്താണ് അങ്ങയുടെ ഈ സന്തോഷത്തിനുള്ള അവസ്ഥ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ദത്താത്രേയ മഹർഷി പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മളും നമ്മളുടെ ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തികൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ലോകത്തില് അതുപോലെ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്കും ഈ അമൃതം അശ്മതയെ നമുക്ക് അമൃതത്തെ ആസ്വദിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ എത്ര നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിക്കും എത്ര ഉയർന്ന തലത്തിലേക്കും എങ്ങനെ ഉയരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് പിന്നെയും സംശയം. ശ്ലോകം 21. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചര കഥം ചൈതാം സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാം സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാം സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. ഹരേ കൃഷ്ണ പ്രഭു. അർജുന ഉവാച കൈർലിംഗൈസ്ത്രീൻ ഗുണാനേത അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാം സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. ഹരേ കൃഷ്ണ. കൃഷ്ണ നമോ ഭഗവതേ വാസുദേവായ. അർജുനോവാച കൈർലിംഗേ സ്ത്രീർഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചെയ്താൻ സ്ത്രീഗുണാൻ അതിവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാസ് സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അർജുന ഉവാച കൈർലിംഗസ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാൻ സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചര കഥം ചൈതാം സ്ത്രീൻ ഗുണാൻ അതിവർത്തിതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീരാപ്രഭാരിവർത്തനം ഭാവാർത്ഥം. അർജുന ഉവാച അർജുനൻ ചോദിച്ചു, പ്രഭോ, ഹേ പ്രഭോ, ഏതാൻ ഈ ത്രീൻ ഗുണാൻ മൂന്ന് ഗുണങ്ങളെ അതീതഃ അതിക്രമിച്ചയാളുടെ കൈർലിംഗൈഹി ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കിം ആചാരഃ എങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? കഥം എങ്ങനെ അയാൾ ഏതാൻ ഈ ത്രീൻ ഗുണാൻ മൂന്ന് പ്രകൃതി ഗുണങ്ങളെ അതിവർത്തതേ അതിക്രമിക്കുന്നു? അർജുനൻ ചോദിച്ചു, ഹേ പ്രഭു, ഈ മൂന്ന് ഗുണങ്ങളെ അതിക്രമിച്ചയാളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? എങ്ങനെ അയാൾ ഈ മൂന്ന് പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? ഇപ്പോ ഭഗവാന്റെ തിരുമുഖത്തു നിന്നും ഭൗതിക പ്രകൃതിയിലെ ആ മൂന്ന് ഗുണങ്ങളെ പറ്റി ശ്രവിച്ചതിന് ശേഷം അതുപോലെ തന്നെ കഴിഞ്ഞ ശ്ലോകത്തിലെ ഭഗവാൻ പറഞ്ഞു, മദ്ഭാവം അധികച്ചതി, എന്റെ ഭാവത്തെ പ്രാപിക്കാൻ സാധിക്കും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞപ്പോൾ അർജുനൻ വീണ്ടും തന്റെ സംശയങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത്. അർജുനൻ ചോദിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയുടെ ആ ത്രിഗുണങ്ങളെ അതിക്രമിച്ച ആളുടെ ലക്ഷണങ്ങൾ. അതിക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിക്രമിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അപ്പൊ അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? പിന്നെ അയാൾക്ക് എങ്ങനെയാണ് ഈ മൂന്ന് ഗുണങ്ങളെ അതിക്രമിക്കാനായിട്ട് സാധിക്കുന്നത്
എന്നുള്ള ഈ 3 ചോദ്യങ്ങളിവിടെ അർജുനൻ ചോദിക്കുകയാണ്. ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള ചോദ്യങ്ങള് നമ്മള് 2-ാം അധ്യായത്തില് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിം ആസീത പ്രചേത കിം. അതായത് കൃഷ്ണാവബോധം ഉറച്ച ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കാ ഭാഷ, അദ്ദേഹത്തിന്റെ സംസാരം എന്താണ്, അദ്ദേഹത്തിന്റെ ഇരിപ്പ് നടപ്പ്, ഇതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് അർജുനൻ ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ 3 ഗുണങ്ങളെ അതിക്രമിച്ച ഒരാളുടെ ലക്ഷണങ്ങളെ പറ്റിയും അയാളുടെ പ്രവൃത്തികളെ പറ്റിയിട്ടും എല്ലാമാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. വളരെ സമുചിതങ്ങളാണ് അർജുനന്റെ ഈ 3 ചോദ്യങ്ങള്. ഒരു ത്രിഗുണാതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയണം. അപ്പോ അങ്ങനെ ഇന്ദ്രിയാതീതനായിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാരണം ലക്ഷണം അറിയാതെ നമുക്ക് ഒരാളെ വിലയിരുത്താനായിട്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെ അവള് ഈ സ്വാധീന ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സ്വാധീന ശക്തി അതീതനാണ് എന്നുള്ള നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. പിന്നെ അയാളുടെ ജീവിതവും പ്രവൃത്തികളൊക്കെ എങ്ങനെയായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ജീവിതചര്യകളുണ്ട്. അപ്പൊ ഈ 3 ഗുണങ്ങളെ അതിക്രമിച്ച ഒരു വ്യക്തിയുടെ ജീവിതചര്യകൾ എങ്ങനെയൊക്കെയായിരിക്കും, അവ നിയന്ത്രിതങ്ങളാണോ അല്ലയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ഒടുവിൽ അതീന്ദ്രിയ ഭാവം പ്രാപിക്കാനുള്ളതായിട്ടുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ് എന്നും ആണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അർജുനന്റെ ചോദ്യങ്ങള്. അപ്പോ ഇതെല്ലാം നമ്മള് ഭഗവാൻ പറയുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോ ഈ അധ്യായത്തിന്റെ അവസാനത്തെ 6 ശ്ലോകങ്ങളില് ഭഗവാൻ ഇതിനുള്ള മറുപടി അർജുനന് നൽകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. നിതായ് ഗൗർ പ്രേമാനന്ദേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാം. പ്രഭുജി, ഡൗട്ടല്ല, നമ്മുടെ ഈ പ്രാവശ്യത്തെ മായപ്പുല്ലെ ഗുരു മഹാരാജിന്റെ ഉത്സവമൊക്കെ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ ആദികർത്ത പ്രഭുവിന് അയച്ചു കൊടുത്തിരുന്നു അന്ന്. അതായത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു പ്രഭു. ഓക്കെ 32,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു പന്തൽ നമ്മൾ സജ്ജീകരിച്ചിരുന്നു. അപ്പോ അത് ഒരു രാവിലെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് തന്നെ ആ പന്തൽ നിറഞ്ഞു കവിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് അടുത്തടുത്തിരിക്കുകയും ആർക്കും കാല് നീട്ടിയിരിക്കാനോ മടക്കിയിരിക്കാനോ ഉള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് 32,000 പേരെ പന്തലിനകത്ത് കൊണ്ടുവച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാം വെയിലത്ത് നിൽക്കേണ്ടി വന്നു. അപ്പൊ ഇത്രയധികം ശിഷ്യന്മാര് വരും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ പ്രാവശ്യം ഗുരുമഹാരാജിന്റെ 77-ാം ആവിർഭാവ ദിനത്തിനോടനുബന്ധിച്ചിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമായിട്ട് ഇത്രയധികം ശിഷ്യന്മാര് ഒത്തുകൂടിയ ഒരു അവസരം മുമ്പ് ഉണ്ടായിട്ടില്ല. എല്ലാ കിച്ചണുകളിലും വൈകുന്നേരം, അതും ശിഷ്യന്മാരെല്ലാവരും ഉപവാസം എടുക്കണം. ഉപവാസം എടുത്തതിനു ശേഷം വൈകിട്ട് 5:30 വരെ ആയിട്ടും ക്യൂല ആൾക്കാര് പ്രസാദത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ഇതുപോലത്തെ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല നമുക്കിവിടെ. വളരെ പ്രധാനമായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൂടാതെ ആക്ച്വലി ഇപ്പൊ യുദ്ധം നടക്കുന്നതുകൊണ്ട് പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ആണ്. എന്നിട്ട് പോലും ഇത്രയും ഡിവോട്ടീസ്, ഇല്ലെങ്കിൽ ഇതിൽ നിന്നും കൂടുമായിരുന്നു. പിന്നെ ഇന്ന് ത്രിഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഉത്തരം കേൾക്കാന്നും പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഇനിയും ടൈം ഉണ്ടല്ലോ, ഒരു 7 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് പ്രതീക്ഷിച്ച്. പ്രഭു പറയുമെന്ന് വിചാരിച്ചു, ഇനി ഒരാഴ്ച കാത്തിരിക്കണം. തുടങ്ങിയ തീരില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാരും വരിക. ശ്രീധാം മായാപുർ ദിവ്യധാമിൽ നിന്നാണ് നമ്മൾ ഇത്രയും നേരം സത്സംഗം കേട്ടുകൊണ്ടിരുന്നത്. സോ നമ്മള് നമ്മുടെ പത്മനാഭ ഗ്രൂപ്പ് തന്നെ വളരെ ഭാഗ്യം ചെയ്തതാണ്. അതുകൊണ്ട് ഇത് യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി പ്രഭുവിന് ആദരവപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ